അപ്പോൾ നമുക്ക് 5 അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻ സെക്ഷനിലേക്ക് വരാം. അപ്പം ആദ്യമേ പറയാനുള്ളത്, എല്ലാവരും ഇതുവരെ തന്ന ലൈക്കിനും ഷെയറിനും ഒക്കെ നന്ദിയുണ്ട്. പക്ഷേ കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ചാനൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ഷോർട്സ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കുക. പിന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസിൻ്റെ ഷോർട്സും ഉണ്ട്. അപ്പോൾ എല്ലാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A, B, C can do a piece of work in 20 days, 10 days and 15 days respectively. They all started the work together, but after 2 days B left the work and A left the work 3/2 days before the completion of work. Find the time in which works get completed. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് A, B, C എന്നീ 3 പേര് 20 ദിവസം, 10 ദിവസം, 15 ദിവസം റെസ്പെക്റ്റീവായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നമുക്ക് ഒന്ന് നോട്ട് ചെയ്യാം അല്ലേ. അപ്പം എത്ര ടൈം എടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ T ഈസ് ഈക്വൽ ടു, പിന്നെ എഫിഷ്യൻസി അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം എഫിഷ്യൻസിയും കൂടെ നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് A, B, C 20 ഡേയ്സാണ് A എടുത്തേക്കുന്നത്, 10 ഡേയ്സ് ബിയും 15 ഡേയ്സ് സിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഇതിൻ്റെ LCM ആയിട്ടുള്ള 60 എടുക്കാം അല്ലേ. 60 എടുക്കാം. 60 നമുക്ക് ടോട്ടൽ വർക്കായിട്ട് അസ്യൂം ചെയ്യാം. ടോട്ടൽ വർക്ക് 60 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. 60/23, 60/10 6, 60/15 4. അങ്ങനെ നമുക്ക് റെസ്പെക്റ്റീവായിട്ട് 3, 6, 4 എന്നീ രീതിയിൽ എയുടെയും ബിയുടെയും സിയുടെയും റേഷ്യോസ് കിട്ടും. അപ്പം നമ്മൾ LCM എടുത്താണല്ലോ ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ ടോട്ടൽ വർക്ക് ഇവിടെ 60 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് ഈ 60 എത്തുന്ന രീതിയിൽ നമുക്ക് പോകാം അല്ലേ. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ടോട്ടൽ വർക്കിൽ നിന്ന് ഈ 60 നിന്നും കുറച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ 60 വർക്കാണ് ടോട്ടൽ. അപ്പോൾ ഇവരുടെ 3 പേരുടെ എഫിഷ്യൻസിയിലാണ് ഇവർ ആദ്യമേ വർക്ക് ചെയ്യുന്നത് അല്ലേ. 2 ദിവസത്തേക്ക് ഓൾ സ്റ്റാർട്ടഡ് വർക്ക് ടുഗദർ എന്ന് പറഞ്ഞേക്കുന്നത്. 3 പേരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 + 6 + 4 13 വരും. 13 എഫിഷ്യൻസിയിലാണ് വരുന്നത്. അപ്പോൾ ഇവർ 13 എഫിഷ്യൻസിയിൽ 2 ദിവസം വർക്ക് ചെയ്യുമ്പോൾ എത്ര വർക്ക് കംപ്ലീറ്റ് ആവും? 26 വർക്ക് കംപ്ലീറ്റ് ആവും അല്ലേ. 26 വർക്കാണ് അവർ ആദ്യത്തെ 2 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ബി ലെഫ്റ്റ് ആവുന്നു. പിന്നെ കുറച്ച് നേരം വർക്ക് പോകുന്നു. പിന്നെ 3/2 ഡേയ്സ്, അവസാനത്തെ 3/2 ഡേയ്സ്, അതായത് 1.5 ഡേയ്സിൽ എയും ലെഫ്റ്റ് ആവുന്നു. അപ്പോൾ പിന്നെ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 1.5 ഡേയ്സിൽ ആര് മാത്രമേ ഉള്ളൂ? സി മാത്രമേ ഉള്ളൂ. അപ്പം 1.5 ഡേയ്സിൽ സിയുടെ എഫിഷ്യൻസി എത്ര? 4. അപ്പോൾ സി എത്ര വർക്ക് ചെയ്തെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 1.5 × 4 ചെയ്യുമ്പോൾ നമുക്ക് 6 വർക്ക് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 1.5 × 4 = 6 വർക്ക് അല്ലേ. 6 വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ എത്ര വർക്കായി? ഒരു 26 വർക്കും ഉണ്ട്, ഈ 6 വർക്കും ഉണ്ട്. അങ്ങനെ മൊത്തം 32 വർക്ക് കംപ്ലീറ്റ് ആയി. ഈ ടോട്ടൽ 60ൽ നിന്ന് ഈ 32 പോയി കഴിഞ്ഞാൽ ബാക്കി ഇടയ്ക്കുള്ള പോർഷൻ എയും സിയും ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എത്ര കിട്ടും? 28 വർക്കെന്ന് കിട്ടും. ഈ 60ൽ നിന്നും ഈ 26ഉം 6ഉം കുറയ്ക്കുമ്പോൾ നമുക്ക് 28 വർക്കെന്ന് കിട്ടും. അപ്പോൾ എയുടെയും സിയുടെ എഫിഷ്യൻസി എത്ര? 3ഉം 4ഉം കൂടെയാണ്. അതും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 എന്നുള്ള എഫിഷ്യൻസി കിട്ടുന്നത്. അപ്പോൾ എത്ര സമയം എടുത്തതാണ് എയും സിയും കൂടെ വർക്ക് ചെയ്യാൻ? 28/7 4 ഡേയ്സാണ് നമുക്ക് കിട്ടിയത്. നമ്മളോട് പക്ഷേ എന്താ ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ എത്ര ദിവസം എടുത്തു എന്നാണ്. ആദ്യമേ എല്ലാവരും കൂടെ 2 ദിവസം വർക്ക് ചെയ്തു. അവസാനം 1.5 ദിവസം സി വർക്ക് ചെയ്തു. പിന്നീട് ഇടയ്ക്കുള്ള പോർഷനിൽ എയും സിയും കൂടെ 4 ദിവസം വർക്ക് ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ മാറ്റി എഴുതാം. ടോട്ടൽ ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു 2 ഡേയ്സ്, ആദ്യത്തെ 2 ഡേയ്സ്, പിന്നെ അവസാനത്തെ സിയുടെ 1.5 ഡേയ്സ്, പിന്നെ അവസാനം നമ്മുടെ A+Cയുടെ 4 ഡേയ്സ്. അങ്ങനെ എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 7.5 ഡേയ്സ് ആണ് കിട്ടുന്നത് അല്ലേ. നമ്മുടെ ആൻസർ 7.5 ഡേയ്സ് ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ആവറേജ് ഏജ് ഓഫ് മനു ജയൻ ഈസ് 25,000, while that of Jayan and Shine is 30,000. If the average salary of all three is 27,000 and Ravi's salary is 4,000 more than that of Jayan,
ഇഫ് ഓൾ ദ 4 members' സാലറീസ് ആർ ഇൻക്ലൂഡഡ് ദെൻ ദ ന്യൂ ആവറേജ് സാലറി വിൽ ബി എക്സ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എക്സ് പ്ലസ് 5500 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് റുപ്പീസിലായിരിക്കും വാല്യൂ കിട്ടുന്നത്. നമുക്ക് ചെയ്യാം. മനു പ്ലസ് ജയൻ ഈസ് ഈക്വൽ ടു 25,000. ഈ ആവറേജ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് 25,000 ഇൻറ്റു 50,000 എന്ന് എഴുതാം അവരുടെ ടോട്ടൽ അല്ലേ. മനു പ്ലസ് ജയൻ ഈസ് ഈക്വൽ ടു 50,000. അതുപോലെ തന്നെ നമുക്ക് ജയൻ ഷൈൻ ആവറേജ് എന്ന് പറയുന്നത് 30,000 എന്നാണ് എഴുതി തന്നേക്കുന്നത്. അപ്പം ജയൻ ഷൈൻ ഈസ് ഈക്വൽ ടു 60,000 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 60,000. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? പിന്നെ പറഞ്ഞേക്കുന്നത് ആവറേജ് സാലറി ഓഫ് ഓൾ 3 പേരുടെയും കൂടെ സാലറി എന്ന് പറയുന്നത് 27,000 ആണ്. അപ്പോൾ എം പ്ലസ് ജെ പ്ലസ് എസ് എന്ന് പറയുന്നത് 27,000 ഇൻറ്റു 3 എന്നാണ്. അപ്പോൾ എത്ര വരും? 81,000 വരും. ഓക്കെ, 81,000 നമുക്ക് എഴുതാം. 81,000. ഇനി നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രവി എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. രവിയുടെ സാലറി ജയൻ്റെ സാലറിയേക്കാളും 4,000 കൂടുതലാണ്. അപ്പോൾ രവി ഈസ് ഈക്വൽ ടു ജെ പ്ലസ് 4,000. അത് നമ്മൾ അങ്ങോട്ട് മാറ്റി എഴുതാം. അതിനുശേഷം നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. നമ്മൾക്ക് ജെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ അതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം ഈ മനു പ്ലസ് ജയൻ പ്ലസ് ഷൈൻ എന്നുള്ളതിൽ നിന്നും മനു പ്ലസ് ജയൻ കുറയ്ക്കുമ്പം നമുക്ക് മനു ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 21,000 എന്നുള്ളത് കിട്ടും. അതായത് 81,000 മൈനസ് 60,000. അപ്പം 21,000 മനു എന്നുള്ള വാല്യൂ കിട്ടും. ഇതുപോലെ തന്നെ മനു പ്ലസ് ജയൻ കുറച്ചാൽ നമുക്ക് ഷൈൻ്റെ വാല്യൂ കിട്ടും അല്ലേ. അപ്പം മനു പ്ലസ് ജയൻ എന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് 81,000 നിന്ന് 51,000 പോകുമ്പോൾ 31,000 എന്നുള്ളത് കിട്ടും. ഇത് രണ്ടും കിട്ടിയല്ലോ. അപ്പം ഈ 21,000 31,000 കൂടെ കിട്ടുമ്പോൾ 52,000 കിട്ടും. അത് ഈ 81,000 നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജെൻ്റെ കിട്ടും. അപ്പോൾ ജെൻ ഈസ് ഈക്വൽ ടു അല്ലേ, ജെൻ ഈസ് ഈക്വൽ ടു 81,000 മൈനസ് 52,000. നമുക്കതൊന്നും കൂടെ വൃത്തിയായിട്ട് എഴുതാൻ ജെ എന്നുള്ളത്. അപ്പോൾ ജെൻ ഈസ് ഈക്വൽ ടു ഈ 81,000 നിന്ന് ഈ 52 പോയി കഴിയുമ്പോൾ 29,000 എന്നുള്ളത് നമുക്ക് കിട്ടും അല്ലേ. ജെൻ 29,000 കിട്ടി. നമുക്ക് ആരെ കണ്ടുപിടിക്കാം? രവിയെ കണ്ടുപിടിക്കാം. അപ്പോൾ രവിയുടെ അടുത്തേക്ക് പോവാം. രവി എന്ന് പറയുന്നത് 33,000 വരും അല്ലേ. 29,000 പ്ലസ് 4,000. ഇത് നമ്മൾ 33,000 എന്നുള്ളത് എഴുതി. 33,000 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ ഈ 4 പേരുടെയും ആവറേജ് ആണ്. എല്ലാത്തിലും 1000 ഉള്ളത് കൊണ്ടും നമുക്കങ്ങനെ എഴുതാം. 31 പ്ലസ് 29 ആഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ എഴുതാം. 33 പ്ലസ് 21. ഓക്കെ, 31 പ്ലസ് 29 16, 33 പ്ലസ് 21 54 ആണ്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 114 എന്നുള്ള വാല്യൂ കിട്ടും. ഇതിൻ്റെ ഒപ്പം 000 ഉണ്ടേ, അത് നമ്മൾ മുകളിൽ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അത് വിട്ടുകൊണ്ട ഇൻറ്റു 1000 എന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇൻറ്റു 1000. അപ്പം നമുക്കിവിടെ ഈ 114ൻ്റെ കൂടെ 3 0 കൂടെ എക്സ്ട്രാ വരും. ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ 114നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം 2 ടൈംസ് പിന്നെ 1485 285 എന്നുള്ള വാല്യൂ വരും. പിന്നെ 2 0 കൂടെ കാണും. അപ്പോൾ 28500 അതാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സ് പ്ലസ് 5500 ആണ് അല്ലേ. അപ്പം 2850 കൂടെ 500 ആഡ് ചെയ്യുമ്പോൾ 29,000 വരും. പിന്നെ ഒരു 5,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ 34,000 വരും. അപ്പോൾ എക്സ് പ്ലസ് 5500 എന്ന് പറയുന്നത് നമുക്ക് ₹34,000 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ₹34,000 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. നമുക്കിനി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ഓൺ ₹X ഇൻവെസ്റ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 15% per annum simple interest for 2 years and same amount is invested at a rate of 20% per annum for 1 year compounded half yearly is 432. Find the value of x. Xന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നേരത്തെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് പോവാം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ PRT/100 ആണ് അല്ലേ. ഇൻട്രസ്റ്റിൻ്റെ PRT/100 ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പം എക്സ് ആണ് നമ്മുടെ പി. ഇപ്പം 15%ഉം 2 ഇയറുമാണ്. അപ്പോൾ അത് 30% വരും. അത് നമുക്ക് 30% എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ കിട്ടുന്ന തുക
നമുക്ക് എക്സ് എത്ര എന്നറിയില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇടുന്നതായിരിക്കും അവസാനം സോൾവ് ചെയ്യാൻ എളുപ്പം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് പോകാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? 20% per annum ആണ്. ഒരു വർഷത്തേക്ക് ഹാഫ് ഇയർലി ആണ് അല്ലേ? ഒരു വർഷം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഹാഫ് ഇയർലി. അപ്പോൾ ഹാഫ് ഇയർലി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? റേറ്റിനെ പകുതിയാക്കുക, ടൈമിനെ ഇൻറ്റു 2 ചെയ്യുക അല്ലേ? റേറ്റ് ബൈ 2, ടൈം ഇൻറ്റു 2, ടൈം ഡബിൾ ആക്കുക അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ 20% എന്നുള്ളത് 10% ആവും അല്ലേ? 10% 2 ഇയറിലേക്കാവും. 1 ഇയർ അല്ല, 2 ഇയർ ആവും. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. സോറി, ഇത് 2 ഇയർ ആണ്. 2 ഇയറിലേക്കാവും. 10% 2 ഇയർ. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 10% 2 ഇയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് ഇയറിൽ 10% വരും അല്ലേ? സെക്കൻഡ് ഇയറിൽ എന്താ വരിക? സെക്കൻഡ് ഇയറിൽ ഒരു 10% വരും. പിന്നീട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ ഒരു 10ൻ്റെ 10% ആയിട്ടുള്ള 1 കൂടെ വരും. അങ്ങനെ നമുക്ക് 21% കിട്ടും. എന്തിൻ്റെ 21%? എക്സിൻ്റെ. ഈ കേസിൽ നമുക്ക് എക്സ് എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് ആണ് 432 നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് മൈനസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് എത്ര കിട്ടും? എത്ര? 30% ഓഫ് എക്സ് മൈനസ് 21% ഓഫ് എക്സ് ആണ് ഈ 432. നമുക്കൊന്ന് എഴുതാം. 30% ഓഫ് എക്സ് ഈ മൈനസ് 21% ഓഫ് എക്സ് ഈക്വൽ ടു 432. അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കുക? 9% അല്ലേ? 9% ഓഫ് എക്സ് ആണ് ഈ 432. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര ആയിരിക്കും? 432 ഡിവൈഡഡ് ബൈ 9 വരും അല്ലേ? പിന്നെ ഈ ഒരു ബൈ 100 ഉണ്ട്, 9% ആണ്, അതും കൂടെ വരും. അപ്പോൾ ഡിവൈഡ് ബൈ 9 ഇൻറ്റു 100 വരും എക്സ് കിട്ടണമെങ്കിൽ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 48 എന്ന് വരും അല്ലേ? 48, അതെ 48 എന്ന് വരും. 4800 ആണ് എക്സിൻ്റെ വാല്യൂ. 4800. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതെന്താണ്? അലിഗേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അലിഗേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഷോപ്പ് കീപ്പർ ബോട്ട് എന്നൊക്കെ പറയുമ്പം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഇപ്പോൾ സി പി ആണെങ്കിൽ എല്ലാം സി പി എല്ലാ ക്വസ്റ്റ്യനും അലിഗേഷൻ നമ്മൾ 3 വാല്യൂ എഴുതുമല്ലോ. 3 വാല്യൂയും സി പിയിലോട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് 99.4 കിലോഗ്രാമിന് വിറ്റു, അപ്പോൾ 40% പ്രോഫിറ്റ് കിട്ടിയെന്നാണ്. അപ്പോൾ 60 രൂപ വിലയുള്ള എത്രയോ കിലോഗ്രാം എക്സ് കിലോഗ്രാം റൈസും 44 കിലോഗ്രാം റൈസും 44 പ്ലസ് എക്സ് വിലയുള്ള 44 കിലോഗ്രാം റൈസും മിക്സ് ചെയ്തിട്ട് അത് 99.4 രൂപയ്ക്ക് വിറ്റപ്പോൾ 40% പലിശ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു മുകളിലുള്ള എക്സില്ലേ, ആ എക്സും അതിനോടൊപ്പം ഒരു 14 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ കിലോഗ്രാം, അത്രയും കിലോഗ്രാം മിക്സ്ചറിന് എത്ര രൂപയ്ക്ക് വിൽക്കണം, അല്ല എത്ര രൂപയാണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ആ ഒരു യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസാണ് നമുക്ക് കിട്ടേണ്ടത്. ആ എക്സ് എന്നുള്ള വാല്യൂ കണ്ടുപിടിച്ച് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ അലിഗേഷൻ വഴിയാണ് ഈ പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ സെല്ലിംഗ് പ്രൈസിനെ കോസ്റ്റ് പ്രൈസിലോട്ട് മാറ്റണം. കാരണം നമുക്ക് തന്നിരിക്കുന്നത് ഷോപ്പ് കീപ്പർ ബോട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഷോപ്പ് കീപ്പറിൻ്റെ കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 99.4 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസാണ്, അതിനെ നമ്മൾ കോസ്റ്റ് പ്രൈസിലോട്ട് മാറ്റണം. അപ്പം 140% എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അതായത് 40% ലാഭത്തിലാണ് വിട്ടേക്കുന്നത്. അപ്പം സി പി 100 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് 140 ആണ്. അപ്പോൾ ഇത് 7:5 ആണ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന 99.4 എന്ന് പറയുന്നത് എത്ര വരും? 7 ആയിട്ട് വരും. അപ്പോൾ നമുക്ക് 5ൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പം 5ൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 99.4 ഡിവൈഡ് ബൈ 7 ഇൻറ്റു നമുക്ക് 5 വേണം.
നമുക്ക് കട്ട് ചെയ്യുമ്പം വരും 4 × 14.2. നമുക്ക് എത്ര കിട്ടും? 71 എന്നുള്ള വാല്യൂ കിട്ടും അല്ലേ? 71 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കോസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇത് മൊത്തം റബ്ബ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് SP, CP, SP7, CP5, SP നമുക്ക് 99.4 വന്നിട്ടുണ്ട്. CP നമുക്ക് 5 എന്നുള്ളത് 71 എന്നുള്ളത് കിട്ടി. ഇനി അലിഗേഷനിൽ ഇതെങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്? അലിഗേഷൻ എഴുതുമ്പോൾ 60 കിലോഗ്രാം നമുക്കൊരു പ്രൈസ്. ഇവിടെ നമുക്ക് എത്ര പ്രൈസ് എന്ന് പറയുന്നത് X+44 ആണ് അല്ലേ? ഇവിടെ നമുക്ക് 71 കിട്ടി. ഇവിടെ ഡിയറും ഫെയർ വാല്യൂ ഉണ്ട്, അത് ലാർജ് വാല്യൂവും ഹൈ വാല്യൂ ഉണ്ട്. അപ്പം നമ്മളിവിടെ നോക്കുമ്പം 71 ആണ് ഹൈ, അപ്പം നമുക്കിവിടെ 11 എന്നുള്ള വാല്യൂ കിട്ടും. ഇവിടെ അപ്പോൾ 60 ഓൾറെഡി സ്മോൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഇതെന്തായാലും വലിയ വാല്യൂ ആയിരിക്കും ഈ X+44 എന്ന് പറയുന്നത്. X+44 നിന്നും നമ്മൾ 71 കുറയ്ക്കുമ്പോൾ നമുക്ക് X+44 -71 എന്ന് വരും. 44 - 71 എന്ന് പറയുന്നത് -27 വരും. നമുക്ക് എന്ത് കിട്ടും? X-27 എന്ന് കിട്ടും. കിട്ടിയോ? അപ്പോൾ നമ്മളോട് എന്താ പിന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഈ X-27 ഡിവൈഡഡ് ബൈ 11. ഇത് ഫസ്റ്റ് വെറൈറ്റിയും ഇത് സെക്കൻഡ് വെറൈറ്റിയാണ് അല്ലേ? അപ്പം ഈ X-27 ഡിവൈഡ് ബൈ 11 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത്? X ഡിവൈഡഡ് ബൈ 44 തുല്യമാണ്. ഈ 11ഉം ഈ 4ഉം കട്ട് ചെയ്യും. എന്നിട്ട് അതവിടെ പോകുമ്പോൾ 4x - 108 = x എന്ന് കിട്ടും. 3x = 108. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 36 എന്ന് കിട്ടും. നമ്മളോട് എന്തോ ചോദിച്ചിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ 36 കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് X+14. X+14 എന്ന് പറയുമ്പം 36 + 14 50 കിലോഗ്രാം. ഓക്കെ, 50 കിലോഗ്രാം മിക്സ്ചറിൻ്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 50 കിലോഗ്രാം ഒരു കിലോഗ്രാമിൻ്റെ ആണല്ലോ തന്നേക്കുന്നത്. 99.4 കിലോഗ്രാം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം 50 കിലോഗ്രാമിൻ്റെ കൂടെ ഈ 99.4 ഇൻറ്റു ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 994 × 5 എന്ന് വരും. അപ്പോൾ 4970 എന്നുള്ള വാല്യൂ കിട്ടും. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം. There were 35 students in a hostel. Due to the admission of 7 new students, the expenses of the mess were increased by ₹42 per day, while the average expenditure per head diminished by ₹1. What was the original expenditure of the mess? ഇതാണ് ചോദ്യം. ഇപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? 35 സ്റ്റുഡൻസ് ഉള്ളൊരു ഹോസ്റ്റലിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ ആവറേജ് നമുക്കറിയില്ല. അപ്പോൾ 35 സ്റ്റുഡൻസ്, അവരുടെ ആവറേജ് എക്സ് ബാർ നമുക്ക് എടുക്കാം അല്ലേ? ആവറേജ് ആയതുകൊണ്ട് നമുക്ക് എക്സ് ബാർ എന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ബാർ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുന്നതായിരിക്കുമല്ലോ അവിടുത്തെ ടോട്ടൽ എക്സ്പെൻസ്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഒറിജിനൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. 35 × ആവറേജാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഒരു കണ്ടീഷനായിട്ട് അവർ പറഞ്ഞേക്കുന്നത് ഈ ആവറേജിൽ 1 കുറയുന്നു എപ്പോൾ? ടോട്ടലിൽ 42 കൂടുകയും 7 സ്റ്റുഡൻസ് ആഡ് ആവുകയും ചെയ്യുമ്പോൾ അല്ലേ? അപ്പം എന്താ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഈ 35 എക്സ് ബാർ വരും അല്ലേ? അപ്പം ആവറേജ് എന്ന് പറയുന്നത് എക്സ് ബാറായിട്ട് നമ്മൾ എടുത്തു. ഈ എക്സ് ബാറിൽ നിന്ന് 1 കുറയുന്നു എപ്പോൾ? ഈ ടോട്ടൽ 35 എക്സ് ബാറിൽ 42 രൂപയുടെ ഇൻക്രീസും 7 കുട്ടികൾ എക്സ്ട്രാ വരുമ്പോൾ. അപ്പോൾ 35 × എക്സ് ബാറാണ് ടോട്ടൽ, പ്ലസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 42 നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനോടൊപ്പം എന്താ സംഭവിക്കുന്നത്? ഡിവൈഡഡ് ബൈ ഇപ്പോഴത്തെ എത്ര സ്റ്റുഡൻ്റ് ഉണ്ട്? 35. ഈ ചേഞ്ച് വന്നതിന് ശേഷം 7 പേരും കൂടെ ആഡ് ചെയ്യുവാണല്ലോ. അപ്പം 42 സ്റ്റുഡൻസ് ആയി. 35 + 7 ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 42 എക്സ് ബാർ മൈനസ് 42 ഈക്വൽ ടു 35 എക്സ് ബാർ പ്ലസ് 42. എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക്
ആവറേജിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ 7x ബാർ എന്ന് കിട്ടും അല്ലേ, 42 ഇപ്പുറം വരും, 42 റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും പോകും. അപ്പോൾ നമുക്ക് 84 എന്ന് കിട്ടും. ഇപ്പോൾ 12 × 7 ആണല്ലോ 84. ഇപ്പോൾ എക്സ് ബാറിൻ്റെ വാല്യൂ നമുക്ക് 12 കിട്ടും. എക്സ് ബാറിൻ്റെ വാല്യൂ 12 കിട്ടി. നമുക്ക് വേണ്ടുന്നത് ആദ്യത്തെ ടോട്ടൽ ഒറിജിനൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ 35 × എക്സ് ബാർ ചെയ്താൽ നമുക്ക് ഒറിജിനൽ എക്സ്പെൻഡിച്ചർ കിട്ടും. അപ്പോൾ 35 × എക്സ് ബാർ ഈസ് ഈക്വൽ ടു ഒറിജിനൽ എക്സ്പെൻഡിച്ചർ അല്ലേ. അപ്പോൾ 35 × എക്സ് ബാർ നമുക്ക് 12 കിട്ടി. അതാണ് നമ്മുടെ ആദ്യത്തെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ 35 × 2 70 70 × 6 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടും. അപ്പം 70 × 6 എന്ന് പറയുമ്പോൾ 420. അപ്പോൾ ആദ്യം 420 രൂപയായിരുന്നു, 420 റുപ്പീസ് ആയിരുന്നു ആദ്യത്തെ ഒറിജിനൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ഒരു സെറ്റ് 5 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചാനലിൽ ലൈക്ക് ചെയ്യുക, വീഡിയോസൊക്കെ കൂട്ടുകാർക്കിടയിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഷോർട്സിൻ്റെ കാര്യമൊക്കെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു, നിങ്ങളതൊക്കെ കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.